ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ നീറ്റ് എല്ലാ വർക്കും കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയപ്പോൾ ബ്രദർ വിളിച്ചു, നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്, ഓടി വാ അച്ചാറിടാൻ നട്ടോ. അപ്പം നമ്മൾ ഓടിപ്പോയി. ആമിക്കുട്ടി ഉറക്കമായിട്ടോ, ബൈക്കിലിരുന്നാൽ ഉറങ്ങാൻ തുടങ്ങും. അപ്പം നമ്മൾ ഉറങ്ങിയിട്ട് ഇവിടെ എത്തി. ഞാനിത് അടുക്കളയ്ക്ക് പോവുകയാണ്. ആ മാസമിട്ട് പോണ ഇതാട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടെ എത്തിന വേഗം ബീഫൊക്കെ എന്താണ് കായൊക്കെ തേച്ചു ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇവരത് ഓൾറെഡി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കുറഞ്ഞ് കിട്ടി. സോ ഞാനിങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ ഈ 2-ാം തീയതി രാത്രി പോവുകയാണ്. അപ്പോൾ അവ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാട്ടോ ഈ അച്ചാറിടലൊക്കെ. ഓൾറെഡി നമ്മൾ കല്ലുമ്മക്കായുടെ അച്ചാർ ഇടുന്ന ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ നമ്മൾ ബീഫ് അച്ചാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീഫ് അച്ചാർ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു എക്സ്പേർട്ടായിട്ടോ ഒന്നുമല്ല, ബീഫിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും ബീഫ് അച്ചാർ വേണമെന്ന് പറയുന്നത്. സോ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സുധിയാണെങ്കിലും ബീഫ് അച്ചാർ വേണം, അവനും വേണമെന്ന് പറഞ്ഞത് വരെ അവന് ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയൊക്കെ ആയിരുന്നു. അപ്പോൾ സോ നമ്മൾ ആ പരാതി ഇപ്രാവശ്യം തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഞാനിതിൻ്റെ അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ അത് വിസ്തരിച്ച് പറയുന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് ബീഫ് അച്ചാർ ഇടുക എന്ന്. അത് മാത്രമല്ല, യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ അത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാട്ടോ സുധിയും അപർണയും അബിയും ഒക്കെ കൂടി ചേർന്നിട്ടാട്ടോ എനിക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി തരുന്നത്. അതായത് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ അവരാണ് സെറ്റാക്കി തരുന്നത്. ഞാൻ ഈ കുക്കിങ്ങിൻ്റെത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവിടെ ആകെ പുകട്ട പോലെ ആയിട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ അച്ചാർ സെറ്റായിട്ടുണ്ട്. അതായത് ഓൾ ഇൻഗ്രീഡിയൻസ് ആഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് സുർക്ക മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുഴയ്ക്കാൻ, അതായത് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ സുധീനെ വിളിച്ചതാട്ടോ. സുധി മാത്രമല്ല, അബിയും വന്നിട്ട് നന്നായിട്ട് ഇളക്കി തരുന്നുണ്ട്. എനിക്ക് കയ്യിനൊരു പെയിന് പോലെ. അങ്ങനെ സുർക്ക ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചാറിൽ പുളിയും ഉപ്പും ഒക്കെ ഇല്ലെങ്കിൽ ഒരുമാതിരിയാണ്. അപ്പം ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്ക എനിക്കത് മസ്റ്റാണ്. അത്യാവശ്യം പുളിയും വേണം, ഉപ്പും വേണം. എരിവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ അത് സെറ്റായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരുവിധം സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമാവാറില്ല. അതുപോലെ തന്നെ കഴിക്കാനും തോന്നാറില്ല. ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഞാൻ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. പക്ഷേ അച്ചാർ ഐറ്റംസൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. ചെമ്മീൻ അച്ചാർ, കല്ലുമ്മക്കായ, അതുപോലെ ബീഫ്, ചിക്കൻ, അതൊക്കെ കഴിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ആമിക്കുട്ടി എണീറ്റിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3:30-4 മണിയായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നത്. ആമി ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് ലേസും കുർക്കുറയൊക്കെ കഴിച്ചു പോയി. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഞാൻ രാവിലെ തന്നെ ചമ്മന്തിയും അതുപോലെ തന്നെ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. മുരിങ്ങക്കായൻ്റെ കറി വെച്ചു. അതുപോലെ സുധിയുടെ അമ്മ മുതിരയുടെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വാഴക്കൂമ്പും മുതിരയും കൂടി ചേർത്തിട്ടുള്ളൊരു തോരനുണ്ടല്ലോ അത്. പിന്നെ നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള അച്ചാറും മാങ്ങച്ചാറും അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയും. അത്ര ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓംലേറ്റ് ഇട്ടോ. അത് നമ്മൾ ചൂടോടെ അവിടുന്ന് ഫ്രൈ ചെയ്യുക ചെയ്തത്. പൊതിയലയിൽ അങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടില്ല, അതായത് പൊതിച്ചോറിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചിട്ടില്ല. അപ്പോൾ ആമിക്കുട്ടി ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അവൾക്ക് ചോറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അവൾക്ക് പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഈ ചമ്മന്തിയുടെ എരിവൊക്കെ തട്ടിയാൽ അവൾ കഴിക്കൂല. അവൾക്ക് എരിവ് തീരെ ഇഷ്ടമുള്ള ഒരാളല്ല. നേരം തെറ്റിയതുകൊണ്ടാണോ അതോ വിശപ്പിൻ്റെ ഊക്കാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് നന്നായിട്ട് എന്താ പറയുക, രുചി തോന്നിയിട്ടോ ഫുഡ് അന്നേരത്ത് കഴിച്ചപ്പോൾ. ബാക്കി ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു പൂച്ചയ്ക്കും കൊടുത്തു. പൂച്ചയ്ക്ക് ഒരു 3-4 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ അവിടെ തന്നെ ചോറ് വെച്ച് കൊടുത്തു. ആമിക്കുട്ടി ഫുഡ് കഴിപ്പിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിക്കു പൂച്ച എന്ന അവളുടെ ഡയലോഗാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ സുധിയുടെയൊക്കെ സംസാരം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ മ്യൂട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കഷ്ണം കേക്ക് കഴിച്ചു. ഊണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മധുരം കഴിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് ഒരു കഷ്ണം കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് കിടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ പൂച്ചയുടെ ശല്യം കാരണം നമ്മൾ വേഗം അച്ചാർ കുപ്പിയിലേക്ക് ആക്കാൻ വിചാരിച്ചു. കാരണം ഇനി അതവിടെ വെച്ച് പോയിട്ട് പൂച്ച നക്കിയാൽ പിന്നെ എല്ലാം കൂടി എടുത്തിട്ട് തൊടിയിലേക്ക് ഇടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഞാൻ അവന് കൊണ്ടുപോകാനുള്ള കുപ്പിയിലേക്കൊക്കെ വേഗം അച്ചാർ ഫില്ല് ചെയ്തു. ആമിക്കുട്ടിയാണ് അടുത്ത് തന്നെ ഇരുന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കുപ്പീൻ്റെ മൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടോ. അവളൊരു കുപ്പിനെ മൂടി ലൈൻസായിട്ട് പൊട്ടിക്കാനൊക്കെ ശ്രമിച്ചു. ഞാനതൊക്കെ വിദഗ്ധമായി തടഞ്ഞു ഗൈസ്. അങ്ങനെ അച്ചാർ പാക്കിങ്ങും കഴിഞ്ഞു. അപ്പോൾ പ്രാവശ്യം എങ്ങനെ ഇത് കൊണ്ടുപോകാമെന്നൊന്നും അറിയില്ല. അച്ചാറൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാണല്ലോ അപ്പോൾ നിയമം. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോണ്ടി വരുന്നൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. ഇതാണെങ്കിൽ ഫ്രീസറിൽ കൊള്ളോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. എന്താണെങ്കിലും കുപ്പികളിലൊക്കെ വാരി വാരി നിറയ്ക്കുന്നുണ്ട് ഞങ്ങൾ.
അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തിനുള്ള സാധനം ഉണ്ടാവുള്ളൂ കേട്ടോ, അത്ര ആവശ്യക്കാരുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടിക്ക് ഒന്ന് പാടത്ത് പോകണമെന്ന് പറഞ്ഞു. ഏത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പാടത്ത് തന്നെ കേട്ടോ, തിരൂരുള്ള, അതായത് അനിയൻ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് പാടത്തേക്ക് പോകണം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പാടത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ കാറ്റിന് വാഴയൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഓലയും അതും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ആമിക്കുട്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ കണ്ട് മീൻ പിടിക്കാനുള്ള 2 ആൾക്കാർ വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ദൂരത്ത് തന്നെ കണ്ടപ്പോൾ വിചാരിച്ചു, ഇങ്ങനെ എന്താ പറയുക, വല വീശുന്ന ഒരു വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അവർ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. ആമിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ പിന്നെ അവൾക്ക് കളിക്കാനുള്ളൊരിത്, അതായത് ചളി വാരി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം വെള്ളം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ആ വരുന്ന ഭാഗത്തൊക്കെ നല്ല വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നിന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലായിടും ഒരേപോലെ, അതായത് തോടും പാടമൊക്കെ ഒരേപോലെയായി. അപ്പോൾ അദ്ദേഹം വല വീശുകയാണ് കേട്ടോ. അപ്പോൾ ഇവരിവിടെ വല വീശുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മീനിനെ കിട്ടാനാണ്. അതായത് വലിയ മീനിന് തീറ്റ കൊടുക്കാനുള്ള മീനിന് വേണ്ടിയിട്ടാണ് അത്ര ഇവിടെ ചൂണ്ടയിടുന്നത്. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളമുള്ള സമയത്ത് അത്രയും വേണ്ടോളം മീനിനെ കിട്ടുക. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും സംഭവങ്ങളില്ലല്ലോ. അതായത് മഴയില്ല, അതുപോലെ വല്ലാണ്ട് ഒഴുക്കുമില്ല. അപ്പോൾ അവർ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒന്നിനും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ എറിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ സാധനത്തിനെ ചൂണ്ടയിൽ കൊരുത്തിട്ട് വേണം വലിയ മീനിനെ പിടിക്കാൻ. അതിനുള്ള ഇരയാണ് അവരിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കിട്ടുന്നില്ല ഗൈസ്. സോ മൂപ്പര് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ആ കൂടുള്ള പയ്യൻ ബ്രദറാണെന്ന് പറഞ്ഞ് ഒരു പാത്രമൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കിട്ടാണ്ടായപ്പോൾ അവർ തിരിച്ച് പോവാന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവരടുത്ത് പറഞ്ഞു, ഒന്നുകൂടി ട്രൈ ചെയ്യുന്നത് നല്ലതാണല്ലോ, കിട്ടി പോയാൽ പോയി എന്നുള്ള ഇതിൽ. അപ്പോഴേക്കും ഇവിടെ ആമിയുടെ ഫ്രണ്ടൊക്കെ വന്നു കേട്ടോ. അവർ 2 കൂടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണും പൂവും ഒക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് കളിക്കുന്നത്. അവൾക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു രസം അറിയില്ല, മീൻ പിടിക്കുന്നതിൻ്റെ ഒന്നും. അങ്ങനെ അവർ പിന്നെ ഇങ്ങനെ വലയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ അത്യാവശ്യം മടുപ്പായപ്പോൾ അവൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പാടത്ത് നിന്ന് പോസ്റ്റ് ചെയ്യാലോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അതാണെങ്കിൽ ഇവർ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ പുള്ളി ഒരു ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ഒന്നും കൂടി ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇന്നേരത്ത് കിട്ടില്ല എന്നുള്ളതൊക്കെ. അതിൻ്റെ ഇടയിൽ വല അവിടെ കുടുങ്ങിയിട്ട് അതും ചടച്ചു. ആകെ മൊത്തത്തിൽ ചടപ്പായിരുന്നു ഗൈസ്. അങ്ങനെ പുള്ളി പിന്നെ അതെടുത്തു. പണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെയൊക്കെ അങ്ങനെ വല വീയാൻ പോയിട്ടുണ്ട്. അതായത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യത്തെ പ്രാവശ്യം ഒരു പാടം കാണിച്ചില്ലായിരുന്നോ, അവിടെ പോയിട്ട് വല വീത് ഇങ്ങനെ എടുക്കുമ്പോൾ വലയിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനിനെയൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബക്കറ്റിലേക്ക് ഇടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വല വീഴുന്ന കണ്ടപ്പോൾ എനിക്കിങ്ങനെ അതൊക്കെ നൊസ്റ്റ് അടിച്ചു കേട്ടോ. പണ്ട് വല വീയാൻ പോയിരുന്നൊക്കെ ബേർഡ്സൊക്കെ ഒരുപാട് പാറുന്നുണ്ട്. ഞാനത് വീഡിയോ എടുത്തതാണ്, കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. കൈതക്കാടാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ അവർ പോവുകയാണ്. നേരെ എത്രയായിട്ടൊന്നും കിട്ടാണ്ടായപ്പോൾ അവർ പോവുകയാണ്. ആമിക്കുട്ടിയാണെങ്കിലും എന്താ പറയുക, ചളിയിലൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ കുട്ടി കൂട്ടാക്കുന്നില്ല. അവൾ പിന്നെ ഇലയൊക്കെ എടുക്കുകയാണ്, കളിക്കണം എന്നുള്ള ഒരു മൈൻഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആമിയൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പാടത്ത് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കട്ടയ്ക്ക് കൂടെ നിൽക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.